കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന തൃശ്ശൂരിലെ പി മാധവന്റെ സംസ്കാരം ഇന്ന് നടക്കും. ഡൽഹി എയിംസ് ആശുപത്രിയിൽ ഇന്നലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒല്ലൂരിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തും. സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ എത്രയോ കാലമായി പി മാധവൻ എന്ന പേര് നമ്മളിങ്ങനെ ഇവരുടെ സ്റ്റാഫിൽ, ഈ ഗാന്ധി കുടുംബത്തിൻ്റെ സ്റ്റാഫിലുള്ളതായി അറിയുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ത്യവും സംഭവിച്ചിരിക്കുന്നു. പറയൂ. എസ്കേൻ, അത് തന്നെയാണ്. ഗാന്ധി കുടുംബത്തെ സംബന്ധിച്ച് വലിയ ആത്മബന്ധമുള്ള ആളായിരുന്നു പി മാധവൻ. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി അടക്കം ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത്. ഇന്നലെയാണ് ഈ മരണം സംഭവിക്കുന്നത്. ഡൽഹി എയിംസിലാണ് ഈ ചികിത്സയിലിരിക്കെ അദ്ദേഹം മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സോണിയാഗാന്ധിയുടെ ഏറെക്കാലം സോണിയാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. അതോടൊപ്പം തന്നെ ഈ രാഹുൽ ഗാന്ധിയൊക്കെ ചെറുപ്പകാലത്ത് രാഹുൽ ഗാന്ധിയൊക്കെ എടുത്തു വളർത്തി, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുമൊക്കെയായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളാണ്. പ്രിയങ്ക ഗാന്ധിക്കും അതേ ആത്മബന്ധമുണ്ട്. രാഹുൽ ഗാന്ധി ഇന്നലെ രാത്രിയോടുകൂടി തന്നെ തൃശ്ശൂരിൽ ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തൃശ്ശൂരിലെത്തി. അദ്ദേഹം തൃശ്ശൂരിൽ ക്യാമ്പ് ചെയ്യുകയാണ്. രാവിലെ 9 മണിയോടുകൂടി രാഹുൽ ഗാന്ധി ഈ ഒല്ലൂരിലെ വീട്ടുവളപ്പിലേക്ക് എത്തും. അതിനുശേഷം ഈ വീട്ടിൽ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒല്ലൂരിലെ ചെറുശ്ശേരിയിൽ രാവിലെ 11 മണിക്ക് വീട്ടുവളപ്പിലാണ് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതോടൊപ്പം തന്നെ KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യും. KC വേണുഗോപാലും ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ട് എത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിച്ച വിവരം. ഇന്നലെ മുതൽ തന്നെ ഈ നേതാക്കളുടെയും പ്രവർത്തകരുടെയും അടക്കം നിരവധി ആളുകളാണ് ഈ ഇദ്ദേഹത്തെ പി മാധവൻ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന. ഓക്കെ, താങ്ക് യു സൂരജ് സജി.